ഹായ്. നിലവിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പുതിയ പാർട്ട്ണറെ ചേർക്കുമ്പോൾ ചെയ്യേണ്ട എല്ലാ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഓർത്ത് നോക്കാം. ആദ്യമായിട്ട് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ദെൻ കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ, valuation of goodwill and treatment or adjustment of goodwill, then revaluation of assets and liabilities, then distribution of accumulated profits or losses, adjustment of partners capital accounts. ഇത്രയും കാര്യങ്ങൾ ഒരു പുതിയ പാർട്ട്ണർ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ആവശ്യമെങ്കിൽ എല്ലാ അക്കൗണ്ടൻറ്റും ചെയ്യേണ്ടതാണ്. പുതിയ പാർട്ട്ണർ വരുന്നതോടുകൂടി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുന്നു. അതുകൊണ്ട് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന അഡീഷണൽ എമൗണ്ട് ആയിട്ടുള്ള ഗുഡ്വിൽ, ഷെയർ ഓഫ് ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം ഫോർ ഗുഡ്വിൽ എന്നൊക്കെ പറയുന്ന ഈ എമൗണ്ടിനെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പല കേസിൽ നമുക്ക് സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരാറില്ല. കാരണം പഴയ പാർട്ട്നേഴ്സിൻ്റെ റിലേറ്റീവ് പ്രപ്പോർഷനിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ ഗുഡ്വിൽ എങ്ങനെ വാല്യൂ ചെയ്യാം, സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സുകളെ കുറിച്ച് പഠിച്ചു. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ ഈ വാല്യൂ ചെയ്ത ഗുഡ്വിൽ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ഗുഡ്വിലാണ്. അത് പുതുതായി വരുന്ന പാർട്ട്ണർ അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിന് ആനുപാതികമായിട്ടുള്ള എമൗണ്ടാണ് പ്രീമിയം ഫോർ ഗുഡ്വില്ലായി കൊണ്ടുവരേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്നത്, അതിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. പുതിയ പാർട്ട്ണർ വരുമ്പോൾ സ്ഥാപനത്തിലെ എല്ലാ അസറ്റ്സും ലാബിലിറ്റീസും പുനർമൂല്യനിർണ്ണയം നടത്തണം. എന്തിനാ അത് ചെയ്യുന്നത്? സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിലവിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വാല്യൂ തന്നെയാണോ ഈ അസറ്റ്സിനും ലാബിലിറ്റീസിനും ഉള്ളത്? എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, അസറ്റിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേട്ടമാണ്. ആ നേട്ടത്തിൻ്റെ അവകാശികൾ പഴയ പാർട്ട്നേഴ്സ് മാത്രമാണ്. അതുപോലെ ലാബിലിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും ആർക്ക് മാത്രമാണ്? പഴയ പാർട്ട്നേഴ്സിന് മാത്രമാണ്. അപ്പോൾ പുതിയ പാർട്ട്ണർ വരുന്നതിന് മുമ്പ് ഈ അസറ്റ്സും ലാബിലിറ്റീസും എല്ലാം റീവാല്യൂ ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നു. റീവാലുവേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ലോസ് ആണ് കാണിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസസ് ആൻഡ് റിസർവ്സ്. സ്ഥാപനത്തിൻ്റെ നിലവിലുള്ള ബാലൻസ് ഷീറ്റിൽ കാണുന്ന റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് എല്ലാം നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നു. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതെല്ലാം അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം കൂടി വർക്കൗട്ട് ചെയ്ത് നമുക്ക് ഈ തേർഡ് ചാപ്റ്ററിൻ്റെ ഭാഗങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അഡീഷണൽ വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അയച്ചു തരാം. അപ്പോൾ അങ്ങനെ ഈ തേർഡ് ചാപ്റ്റർ നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ടൊന്ന് വിശദമായി പരിചയപ്പെടാം. ദ ഫോളോയിങ് ഇസ് എ ബാലൻസ് ഷീറ്റ് ഓഫ് എ, ബി ആൻഡ് സി ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3:2 റെസ്പെക്റ്റീവ്ലി. എ, ബി, സി 3 പാർട്ട്നേഴ്സുള്ള സ്ഥാപനമാണ്. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3:2 ആണ്. അഥവാ 5/10, 3/10 ആൻഡ് 2/10. ദെൻ ഇവരുടെ ബാലൻസ് ഷീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ഐറ്റംസ് നോക്കാം. ഗുഡ്വിൽ, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലുള്ള ആദ്യ ഐറ്റമാണ് ഗുഡ്വിൽ 5,400. നമ്മൾ ഈ ഗുഡ്വില്ലിന് എന്താണ് ചെയ്യേണ്ടത്? ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഗുഡ്വിൽ എന്ന് പറയുന്ന അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇൻകമിങ് പാർട്ട്ണർ പ്രീമിയം ഫോർ ഗുഡ്വിൽ കൊണ്ടുവരും. അത് നമ്മൾ അക്കൗണ്ട് ചെയ്യും. ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ കൊടുക്കും.
അതേസമയം സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിലവിൽ ഗുഡ്വിൽ ഉണ്ടെങ്കിൽ, ഗുഡ്വിൽ എക്സിസ്റ്റിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന ഹെഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഓഫ്. ഇത് റൈറ്റ് ഓഫ് ചെയ്യണം. എങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യുക? എഴുതി തള്ളുക. നിലവിലുള്ള പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ട്. അതിൻ്റെ ജേണൽ എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഗുഡ്വിൽ അക്കൗണ്ടാണ്. അഥവാ എയുടെയും ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് 5:3:2 എന്ന റേഷ്യോയിൽ ഈ 5400 നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് 46,200 രൂപ, ഫർണിച്ചർ 7,300, സ്റ്റോക്ക് 30,100, ഡെപ്റ്റേഴ്സ് 26,400. ഇത്രയും ഐറ്റംസ് ഉണ്ട് അസറ്റ്സ്. ഇത്രയും അസറ്റ്സിനെ നമ്മൾ റീവാലുവേഷൻ നടത്തണം. ഏതൊക്കെ അസറ്റ്സിന് വാല്യൂവിൽ മാറ്റമുണ്ട് എന്ന് നോക്കി അക്കൗണ്ട് ചെയ്യണം. അതിനുവേണ്ടി റീവാലുവേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ദെൻ ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഈ രണ്ട് ലാബിലിറ്റിയെയും റീവാലുവേഷൻ ഉണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അതുകൂടാതെ ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആണ്. ഈ സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്നും പാർട്ട്നേഴ്സിന് ലാഭവിഹിതമായി കൊടുക്കാതെ മാറ്റിവെച്ച എമൗണ്ടാണ് ജനറൽ റിസർവ്. അപ്പോൾ അതൊരു പുതിയ പാർട്ട്ണർ വരുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും പഴയ പാർട്ട്നേഴ്സിന് അവരുടെ പഴയ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം, അഥവാ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ 10,500 രൂപയെ 5:3:2 എന്ന റേഷ്യോയിൽ എയുടെയും ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ബാക്കി ഇൻഫർമേഷൻസ് നോക്കുക. ദേ അഡ്മിറ്റ് ഡി ഇൻ ടു പാർട്ട്ണർഷിപ്പ്, ഗീവ് ഹിം 1/6 ഷെയർ ഓൺ ദ ഫോളോയിങ് ടേംസ്. 1/6 ഷെയർ എന്ന് പറഞ്ഞാൽ 1/6, അഥവാ ഡിക്ക് കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് പുതിയ ഫേമിൽ. പുതിയ ഫേം എന്ന് പറഞ്ഞാൽ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥാപനം പുതിയ ഫേമാണ്. ഓക്കെ. അപ്പോൾ ആ പുതിയ ഫേമിൽ ഡിക്ക് കിട്ടുന്ന ഷെയർ 1/6 ആണ്. ദെൻ അതിനുവേണ്ടി ദാറ്റ് ഡി ഷുഡ് ബ്രിങ് ₹18,000 ആസ് ഹിസ് ക്യാപിറ്റൽ. 18,000 രൂപ ഡി ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. 1/6 ഷെയറാണ് പ്രോഫിറ്റ്, അതിനുവേണ്ടി 18,000 രൂപ കൊണ്ടുവരുന്നു. ദെൻ ദ ഫർണിച്ചർ ബി ഡിപ്രീസിയേറ്റഡ് ബൈ 900. ഡിപ്രീസിയേഷൻ അല്ലേ, ഫർണിച്ചറിൻ്റെ വാല്യൂ 900 രൂപ കുറയുന്നു. അപ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ 900 രൂപ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്യണത്? ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റാണ്. അതുപോലെ ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ലാബിലിറ്റിയും റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റാണ്. നോക്കുക. അതിന് അടുത്ത ഐറ്റം സ്റ്റോക്ക് ബി ഡിപ്രീസിയേറ്റഡ് ബൈ 10%. സ്റ്റോക്കിൻ്റെ വാല്യൂ 10% കുറയുന്നു. ഇവിടെ നിലവിലുള്ള ബാലൻസ് ഷീറ്റിൽ സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്? 30,100 രൂപ. അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 3,010 രൂപയാണ് ഇതിൻ്റെ 10%. അത് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. പുതിയ ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ അത്രയും എമൗണ്ട് കുറച്ച് കാണിക്കും. ഓക്കെ. ദെൻ ദ പ്രൊവിഷൻ ഓഫ് ₹1,300 ബി മെയ്ഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബിൽ. 1,300 രൂപ ഒരു ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബില്ലുണ്ട്, അഥവാ ഒരു ലാബിലിറ്റിയാണ്. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അങ്ങനെ ഒരു ലാബിലിറ്റി ഇല്ല. നമുക്കിതിനെ അൺറെക്കോർഡഡ് ലാബിലിറ്റിയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ലാബിലിറ്റി. അൺറെക്കോർഡഡ് ലാബിലിറ്റിയെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് ട്രീറ്റ്മെൻറ്റ്? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. ഓക്കെ. 1,300 രൂപ ഒരു ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബിൽ എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യാം. ദെൻ ദ വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് ഹാവിങ് അപ്രീസിയേറ്റഡ് ബി ബ്രോട്ട് അപ് ടു ₹58,500. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ അപ്രീസിയേഷനാണ്, അഥവാ ഇൻക്രീസ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. എത്ര എമൗണ്ട് ആണ്? 58,500 രൂപയായിട്ട് വർദ്ധിച്ചു എന്നാണ്. നിലവിൽ 46,200 ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്ര ഉണ്ടാവും? 58,500 മൈനസ് 46,200 എത്രയാണെന്ന് വെച്ചാൽ അത്രയും രൂപ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ഡി ബ്രിങ്സ് ഇൻ ₹14,000 ഫോർ ഗുഡ് വിൽ. ഡി എന്ത് ചെയ്തു? 14,000 രൂപ പ്രീമിയം ഫോർ ഗുഡ് വില്ലായിട്ട് കൊണ്ടുവന്നു. ഓക്കെ. എന്ത് ചെയ്യുക? പ്രീമിയം ഫോർ ഗുഡ് വിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ ഈ കേസിൽ സാക്രിഫൈസിങ് റേഷ്യോ 5:3:2 തന്നെയായിരിക്കും. കാരണം ഇവരുടെ റിലേറ്റീവ് പ്രപ്പോർഷൻ മാറുന്നില്ല. എപ്പോഴാണ് റിലേറ്റീവ് പ്രപ്പോർഷൻ മാറുക? പുതിയ പാർട്ട്ണറുടെ 1/6 വേറെ ഏതെങ്കിലും ഒരു റേഷ്യോയിൽ പഴയ പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് പ്രപ്പോർഷൻ മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും.
ഇവിടെ നമുക്ക് ജസ്റ്റ് 1/6 എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാക്രിഫൈസിങ് റേഷ്യോ 5:3:2 തന്നെയായിരിക്കും. ഓക്കെ, ദെൻ ആഫ്റ്റർ മേക്കിംഗ് ദ എബവ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് who continue to share in the same relative proportions as before be adjusted on the basis of proportion of D's capital to his share into the business. That is, actual cash to be paid off or to be brought in by old partners as the case may be. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമാണ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. എന്തിൻ്റെ ബേസിൽ അഡ്ജസ്റ്റ് ചെയ്യണം? ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രപ്പോർഷൻ ഓഫ് ഡീസ് ക്യാപിറ്റൽ ടു ഹിസ് ഷെയർ ഇൻ ദ ബിസിനസ്. പുതിയ പാർട്ട്ണറായിട്ടുള്ള ഡിയുടെ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട് അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അഥവാ ഇറ്റ് ഷുഡ് ബി ഇൻ പ്രപ്പോർഷൻ ടു ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റ്സ്. ആക്ച്വൽ ക്യാഷ് ടു ബി പെയ്ഡ് ഓഫ് ഓർ to be brought in by old partners as the case may be. ഏതെങ്കിലും പാർട്ട്ണർക്ക് ആവശ്യമായതിലും കൂടുതൽ ക്യാപിറ്റൽ സ്ഥാപനത്തിലുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാം. അതല്ല, ഏതെങ്കിലും പാർട്ട്ണർക്ക് ആവശ്യമായ അത്ര ക്യാപിറ്റൽ സ്ഥാപനത്തിലില്ലെങ്കിൽ അയാൾ പുതുതായി കോൺട്രിബ്യൂട്ട് ചെയ്യണം. നമ്മളോട് എന്താ പറഞ്ഞുള്ളത്? ഗിവ് ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് പ്രിപ്പയർ ദ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ ന്യൂ ഫേം. നമുക്ക് ആവശ്യമായ ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കുക. പ്രധാനമായിട്ട് നമ്മൾ തയ്യാറാക്കേണ്ടത് ഒന്ന് റീവാലുവേഷൻ അക്കൗണ്ടാണ്, രണ്ടാമത്തത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്, മൂന്നാമത്തത് ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അഥവാ ഡി കൂടി വന്ന ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ നമുക്കിവിടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെയും ഇൻകമിങ് പാർട്ട്ണറുടെയും എല്ലാവരുടെയും ക്യാപിറ്റൽ എന്തായിരിക്കുക? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റിൻ്റെ അതേ പ്രപ്പോർഷനിലാക്കി മാറ്റുക. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യമായിട്ട് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഓൾഡ് റേഷ്യോ ഈക്വൽ ടു 5:3:2. ദെൻ ലെറ്റ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഈക്വൽ ടു 1. നമ്മൾ സ്ഥാപനത്തിൻ്റെ മുഴുവൻ പ്രോഫിറ്റിനെയും ഒരു ഫുൾ പോർഷൻ അല്ലേ 1 എന്നെടുക്കുക. ഡീസ് ഷെയർ എത്രയാണ്? പുതിയ പാർട്ട്ണറുടെ ഷെയർ എത്രയാണ്? നമുക്കറിയാം 1/6 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിക്ക് 1/6 കൊടുത്ത് ബാലൻസ് എത്ര ഉണ്ടാവും? ബാലൻസ് അവൈലബിൾ ടു എ, ബി ആൻഡ് സി ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ടുള്ള 1 അഥവാ ഫുൾ പോർഷൻ ഓഫ് പ്രോഫിറ്റ് മൈനസ് ഡിക്ക് കൊടുത്തത് 1 മൈനസ് 1/6 ഈക്വൽ ടു 5/6. ദെൻ അപ്പോൾ എക്കും ബിക്കും സിക്കും കൂടി ഇനി ബാക്കിയുള്ളത് 5/6 ആണ്. അപ്പോൾ അതിൽ നിന്ന് എയുടെ ന്യൂ ഷെയർ എത്രയായിരിക്കും? എസ് ന്യൂ ഷെയർ ഈക്വൽ ടു 5/6 ഇൻറ്റു 5/10. എന്താ 5/6? 5/6 എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ള പ്രോഫിറ്റ്. ഈ 5/10 എവിടുന്ന് കിട്ടി? ഇയാളുടെ പഴയ ഷെയർ 5/3:2 അല്ലേ? അപ്പോൾ 10ൽ 5 ഭാഗമാണ്. അപ്പോൾ ബാക്കിയുള്ള പ്രോഫിറ്റിൻ്റെ 5/10 എക്ക് കിട്ടും. അപ്പോൾ എയുടെ ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 25/60. ദെൻ ബീസ് ന്യൂ ഷെയർ ഈക്വൽ ടു ബാക്കിയുള്ള 5/6ൻ്റെ 3/10 എത്ര ഉണ്ടാവും? 15/60. ബാക്കിയുള്ള പ്രോഫിറ്റ് 5/6. ബിയുടെ ഷെയർ 3/10. അപ്പോൾ 5/6ൻ്റെ 3/10 എന്ന് പറയുമ്പോൾ 15/60. ദെൻ സീസ് ന്യൂ ഷെയർ ഈക്വൽ ടു 5/6 ഇൻറ്റു 2/10 ഈക്വൽ ടു 10/60. ദെൻ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ പുതിയ പാർട്ട്ണർ കൂടി ഉൾപ്പെട്ടതാണല്ലോ. ഡീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈക്വൽ ടു 1/6 ആണ്. ഡിക്ക് 1/6 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്കിതൊരു പ്രപ്പോർഷനായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആവണം. അഥവാ ഇവിടെ 60 ആണ്. എയുടെയും ബിയുടെയും സിയുടെയും 60 ആണ്. അപ്പോൾ ഈ 1/6നെ 60ലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ 6നെ 10 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 60 ആയി. അതേ 10 കൊണ്ട് 1നെയും ഗുണിക്കുന്നു. അപ്പോൾ 10 കിട്ടി. ഓക്കെ, അപ്പോൾ 10/60. അപ്പോൾ ഇവിടുത്തെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 25:15:10:10. ഓക്കെ, റേഷ്യോ 25:15:10:10. ദാറ്റ് മീൻസ് 5:10
3:2:2. ഒന്ന് ചെറുതാക്കിയതാണ്. എങ്ങനെ ചെറുതാക്കി? എല്ലാം 5 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇപ്പോൾ നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടു. ഇനി നമ്മൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യണം? പുതിയ ഫേമിൽ ഡി കൂടി വന്ന ഫേമിൽ ഓരോരുത്തർക്കും, അഥവാ എക്കും ബിക്കും സിക്കും ഡിക്കും, ഡിയുടെ ക്യാപിറ്റൽ നമുക്കറിയാം 18,000 അപ്പോൾ എക്കും ബിക്കും സിക്കും ഇനി എത്ര വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അവരുടെ ക്യാപിറ്റൽ എന്തായിരിക്കണം? നമ്മൾ കണ്ടുപിടിച്ച ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റിന് ആനുപാതികമായിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? കാൽക്കുലേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻ ദ ന്യൂ ഫേം. ഡീസ് ക്യാപിറ്റൽ ഫോർ 1/6 ഷെയർ ഓഫ് പ്രോഫിറ്റ് 18,000. ഡി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ കൊണ്ടുവന്നത് 18,000 രൂപയാണ്. അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/6 ആണ്. അഥവാ 1/6 ഭാഗം പ്രോഫിറ്റ് കിട്ടാൻ ഡി 18,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം ഈക്വൽ ടു, ഇത് നമ്മളൊരു എസ്റ്റിമേഷൻ നടത്തുകയാണ്. ഓൺ ദ ബേസിസ് ഓഫ് ഡീസ് ക്യാപിറ്റൽ ആൻഡ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം ഈക്വൽ ടു 18,000 × 6/1, അഥവാ 18,000 × 6, 1,08,000. അതായത് 18,000 രൂപ 1/6 ഭാഗം പ്രോഫിറ്റ് കിട്ടാനാണ്. അഥവാ 1/6 ഭാഗം, അഥവാ ഫുൾ പോർഷൻ കിട്ടണമെങ്കിൽ എത്ര വേണം? 18,000 × 6 ഈക്വൽ ടു 1,08,000. അപ്പോൾ ഇതാണ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം. ദെൻ അങ്ങനെ നമ്മൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ക്യാപിറ്റലും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റിന് ആനുപാതികമാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയുടെ ക്യാപിറ്റൽ ഇൻ ദ ന്യൂ ഫേം എത്രയായിരിക്കും? 1,08,000 × 5/12. എന്താ ഈ 5/12? ഇയാളുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5 ആണ്. 5/12 ആണ് അല്ലേ? ഈക്വൽ ടു 45,000. പുതിയ ഫേമിൽ എക്ക് വേണ്ട ക്യാപിറ്റൽ എത്രയാണ്? 45,000 രൂപ. ദെൻ ബീസ് ക്യാപിറ്റൽ ഇൻ ദ ന്യൂ ഫേം മസ്റ്റ് ബി 1,08,000 × 3/12 ഈക്വൽ ടു 27,000 രൂപ. ദെൻ സീസ് ക്യാപിറ്റൽ ഇൻ ദ ന്യൂ ഫേം മസ്റ്റ് ബി എത്രയായിരിക്കും? 1,08,000 × 2/12 ഈക്വൽ ടു 18,000 രൂപ. ഓക്കെ, അപ്പോൾ പുതിയ ഫേമിൽ എക്കും ബിക്കും സിക്കും എത്ര ക്യാപിറ്റൽ വേണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം. അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഒക്കെ റീവാല്യൂ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായ ക്വസ്റ്റ്യൻ പാർട്ട് വീണ്ടും ഇവിടെ നമുക്ക് സൗകര്യത്തിന് വേണ്ടി ഡിസ്പ്ലേ ചെയ്തതാണ്. വീണ്ടും എഴുതിയെടുക്കണ്ട. ദെൻ റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്താ ചെയ്യുന്നത്? റീവാലുവേഷൻ അക്കൗണ്ടിൽ ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ് ക്രെഡിറ്റ് ചെയ്യുക, ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ് ഡെബിറ്റ് ചെയ്യുക, ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് ലാബിലിറ്റി ക്രെഡിറ്റ് ചെയ്യുക, ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ലാബിലിറ്റി ഡെബിറ്റ് ചെയ്യുക, അൺറെക്കോർഡ് അസറ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, അൺറെക്കോർഡഡ് ലാബിലിറ്റി ഉണ്ടെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അഥവാ സ്ഥാപനത്തിൻ്റെ അസറ്റിൻ്റെയോ ലാബിലിറ്റിയുടെയോ വാല്യൂസിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഗുണകരമായതിനെ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം, ദോഷകരമായതിന് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. ഗുണകരമായതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആയിരിക്കും, നമുക്ക് സ്ഥാപനത്തിന് വർധനവായിരിക്കും, അസറ്റിൻ്റെ വാല്യൂ കൂടി അല്ലെങ്കിൽ ലാബിലിറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു. ദെൻ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് നമുക്കറിയാം, ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. ഈ നോമിനൽ അക്കൗണ്ടിന് എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് സൈഡാണ് ഡെബിറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ അസറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഉണ്ടായി, ഏതൊക്കെ ലാബിലിറ്റീസിൻ്റെ വാല്യൂവിൽ എന്ത് മാറ്റം ഉണ്ടായി, അത് നോക്കിയിട്ട് നമ്മൾ ആ ജേണൽ എൻട്രീസ് കൂടി മനസ്സിലോർത്ത് ഈ അക്കൗണ്ടിനെ പൂർത്തിയാക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസ് നോക്കാം. ഇവിടെ നമ്മുടെ പഴയ ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഇവിടെ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ദെൻ ആദ്യത്തെ ഐറ്റം ദാറ്റ് ഫർണിച്ചർ ബി ഡിപ്രീസിയേറ്റഡ് ബൈ 900. ഫർണിച്ചർ ഡിപ്രീസിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫർണിച്ചറിൻ്റെ വാല്യൂ കുറഞ്ഞു. എത്ര രൂപ കുറഞ്ഞു? 900 രൂപ കുറഞ്ഞു. ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതിൻ്റെ ജേണൽ എൻട്രി എന്താണ്? റീവാലുവേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു ഫർണിച്ചർ അക്കൗണ്ട്. എത്ര രൂപ കുറഞ്ഞു? 900 രൂപയാണ് കുറഞ്ഞത്. ദെൻ ദ സ്റ്റോക്ക് ബി ഡിപ്രീസിയേറ്റഡ് ബൈ 10%. സ്റ്റോക്കിൻ്റെ വാല്യൂ എത്ര രൂപയാണ് കുറഞ്ഞ്? 10% കുറഞ്ഞു. അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ഇവിടുന്ന് കിട്ടും? സ്റ്റോക്കിന് ഇവിടെ 30,100 രൂപ വാല്യൂ ഉണ്ട് പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലേ? അതിൻ്റെ 10% കുറഞ്ഞത്, അഥവാ 3,010
10 രൂപ. ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റോക്ക് അക്കൗണ്ട്. ദെൻ that provision of ₹1,300 be made for outstanding repair bill. സ്ഥാപനത്തിൽ നടന്ന എന്തോ ഒരു റിപ്പയറിൻ്റെ ഭാഗമായിട്ട് 1,300 രൂപ ആർക്കോ കൊടുക്കാനുണ്ട്, പക്ഷേ അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു അൺറെക്കോർഡഡ് ലാബിലിറ്റിയാണ്. അൺറെക്കോർഡഡ് ലാബിലിറ്റി നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയ ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ദാറ്റ് മീൻസ് നമുക്കതൊരു ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പയർ ബിൽ എമൗണ്ട് 1,300 രൂപ. ദെൻ the value of land and buildings having appreciated be brought up to 58,500. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ 58,500 രൂപയായി കൂടി. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇവിടെ 46,200 ആണ്. അപ്പോൾ അത് കൂടുകയാണ് ചെയ്തത്. വാല്യൂ 58,500 ആയി. വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ജേണൽ എൻട്രി ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. അഥവാ റീവാലുവേഷൻ അക്കൗണ്ടിൽ ബൈ ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് എത്ര രൂപയാണ്? 12,300 രൂപ. അതാണ് അവരുടെ ഡിഫറൻസ്. ഓക്കെ. ദെൻ ഇനി റീവാലുവേഷൻ അക്കൗണ്ടിനുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ഒന്നും നമുക്കിതിലേക്ക് പോസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ആദ്യം ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എഴുതി. ഇവിടെ 12,300 രൂപ. ദെൻ ഇതിൻ്റെ ഡിഫറൻസ് 12,300 മൈനസ് ഇത്രയും ഭാഗം ടോട്ടൽ മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7,090 രൂപ കിട്ടും. ഇതെന്താണ്? ഈ 7,090 രൂപ ഇവിടെ ക്രെഡിറ്റ് സൈഡ് കൂടുതലായതുകൊണ്ട് എന്താണ്? റീവാലുവേഷൻ പ്രോഫിറ്റാണ്. ഇനി ഇതിൻ്റെ നേരെ തിരിച്ചാണെങ്കിൽ ഇവിടെ ഈ സൈഡ് കൂടുതലാണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് ബാലൻസ് ചെയ്യും. ഇവിടെ കിട്ടുന്ന എമൗണ്ട് ആണെങ്കിൽ എന്തായിരിക്കും? റീവാലുവേഷൻ ലോസ് ആയിരിക്കും. ചില കേസിൽ അങ്ങനെ ഉണ്ടാവാം. എല്ലായ്പ്പോഴും റീവാലുവേഷൻ പ്രോഫിറ്റ് ആയിക്കോളണമെന്നില്ല. ഓക്കെ. ദെൻ അപ്പോൾ ഈ 7,090 രൂപ റീവാലുവേഷൻ പ്രോഫിറ്റ് എവിടേക്ക് പോകാനുള്ളതാണ്? ഇറ്റ് ഈസ് അവൈലബിൾ ടു ഓൾഡ് പാർട്ട്നേഴ്സ്. പുതിയ പാർട്ട്ണറെ കൂട്ടില്ല, പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. ഈ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസിൻ്റെ പ്രോഫിറ്റാണ് ടു റീവാലുവേഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഇതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 3,545. 7,090 ഇൻറ്റു 5/10. ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:3:2 ആണല്ലോ. അപ്പോൾ 7,090ൻ്റെ 5/10 ആണ് 3,545. ദെൻ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ടു ബീസ് ക്യാപിറ്റൽ 2,127 അഥവാ 7,090 ഇൻറ്റു 3/10. ദെൻ സീസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 1,418 അഥവാ 7,090ൻ്റെ 2/10 ആണ്. ഓക്കെ. ടോട്ടൽ ഇതിൻ്റെ ടോട്ടലാണ് 7,090 രൂപ. ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആസ് യൂഷ്വൽ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം. ഓക്കെ. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 4 പാർട്ട്നേഴ്സിൻ്റെയും ABCD 4 പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റലാണ്. ആദ്യമായിട്ട് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലാണ് എഴുതേണ്ടത്. ബൈ ബാലൻസ് ബ്രോ ഡൗൺ എയുടെ ക്യാപിറ്റൽ ബാലൻസ് നമുക്കറിയാം ക്വസ്റ്റ്യനിലുണ്ട്. പഴയ ബാലൻസ് ഷീറ്റിൽ 34,600 രൂപ. ബിയുടെ ക്യാപിറ്റൽ ബാലൻസ് 34,900 രൂപ. സിയുടെ ക്യാപിറ്റൽ ബാലൻസ് 9,500 രൂപ. ദെൻ ഇനി ക്യാപിറ്റൽ അടുത്ത ഐറ്റം നമ്മുടെ ഡി കൊണ്ടുവന്ന ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം. ബൈ ക്യാഷ് ജേണൽ എൻട്രി നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡീസ് ക്യാപിറ്റൽ. അപ്പോൾ ബൈ ക്യാഷ് ഡിയുടെ കോളത്തിൽ 18,000 രൂപ. ദെൻ ബി നമുക്ക് എന്ത് കൊണ്ടുവരുന്നുണ്ട്? പ്രീമിയം ഫോർ ഗുഡ് വിൽ കൊണ്ടുവരില്ലേ? ബൈ ഗുഡ് വിൽ, പ്രീമിയം ഫോർ ഗുഡ് വിൽ അല്ലെങ്കിൽ ഷെയർ ഓഫ് ഗുഡ് വിൽ അല്ലെങ്കിൽ ഗുഡ് വിൽ എന്നൊക്കെ എഴുതാം. എത്ര രൂപയാണ് പ്രീമിയം ആയിട്ട് കൊണ്ടുവന്നത്? 14,000 രൂപയാണ് പ്രീമിയമായി കൊണ്ടുവന്നത്. അപ്പോൾ അതിനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. അപ്പോൾ നമ്മുടെ ഈ കേസിൽ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഓൾഡ് റേഷ്യോ തന്നെയാണ്. കാരണം ഇവർ പഴയ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേറ്റീവ് പ്രപ്പോർഷനിൽ മാറ്റം വരാത്തത് കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ റേഷ്യോ ആയിട്ടുള്ള 5:3:2 തന്നെയായിരിക്കും ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് നമുക്ക് ലഭ്യമാവുക. അപ്പോൾ 5/10 = 7,000. 14,000 രൂപയാണ് പ്രീമിയം ഫോർ ഗുഡ് വിൽ കൊണ്ടുവന്നത്. അതിൽ 5/10 ഭാഗം എക്കും 3/10 ആയിട്ടുള്ള 4,200 ബിക്കും 2/10 ആയിട്ടുള്ള 2,800 സിക്കുമാണ്.
ദെൻ അടുത്ത ഐറ്റം എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുന്ന അടുത്ത ഐറ്റം ജനറൽ റിസർവ് ആണ്. നമ്മുടെ പഴയ ബാലൻസ് ഷീറ്റ് എയുടെയും ബിയുടെയും സിയുടെയും ഫേമിലുള്ള ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് എന്ന ഹെഡിൽ 10,500 രൂപയുണ്ട്. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഏത് റേഷ്യോയിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. 10,500 ഇൻറ്റു 5/10 5250, 3/10 3150, 2/10 2100. ഓക്കെ, ദെൻ ഇനി എന്താണ് ഇവരുടെ ക്യാപിറ്റലിലേക്ക് വരാനുള്ളത്? റീവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ട്. ബൈ റീവാലുവേഷൻ അക്കൗണ്ട് ഓരോരുത്തരുടെയും റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. 3545, 2127, 1418. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റവും ചെയ്തു. നമ്മൾ ഈ കേസിൽ ഒരു ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജേണൽ എൻട്രി ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട് ആണ്. സ്ഥാപനത്തിൻ്റെ നിലവിലുള്ള ബാലൻസ് ഷീറ്റിൽ നിലനിൽക്കുന്ന ഗുഡ് വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യണം. ആ ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ആ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? 5,400 ആയിരുന്നു. അത് ഏത് റേഷ്യോയിലാണ് അവർ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്? അവർ ഓരോരുത്തരും ഡെബിറ്റ് ചെയ്യേണ്ടത്. അഥവാ ക്യാപിറ്റൽ ബാലൻസ് കുറയും അത്രയും എമൗണ്ട് 2,700 അഥവാ 5,400 ഇൻറ്റു 5/10. ദെൻ 5,400 ഇൻറ്റു 3/10, 5,400 ഇൻറ്റു 2/10. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ എൻട്രീസും പൂർത്തിയായി. നോർമലി നമ്മൾ എന്താണ് ചെയ്യാറ്? ഈ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യും. പക്ഷെ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓരോ പാർട്ട്ണറുടെയും ക്യാപിറ്റൽ ആഫ്റ്റർ ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എത്രയാണെന്നാണ്. അപ്പോൾ നമുക്ക് എയുടെ കേസ് നോക്കാം. എസ് ക്യാപിറ്റൽ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഈക്വൽ ടു 47,695. എങ്ങനെ ഈ എമൗണ്ട് കിട്ടിയത്? എയുടെ ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് ഈ കിട്ടിയ ക്യാപിറ്റലിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ഇത്രയും ഐറ്റംസ് മൈനസ് ആ ക്യാപിറ്റലിന് കുറവ് വരുന്ന ഡെബിറ്റ് ചെയ്ത ഐറ്റംസ്. അഥവാ എസ് ക്യാപിറ്റലിൽ ടോട്ടൽ ക്രെഡിറ്റ് മൈനസ് ടോട്ടൽ ഡെബിറ്റ്, അതാണ് എസ് ക്യാപിറ്റൽ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അഥവാ നമുക്കിതിപ്പോൾ ബാലൻസ് ചെയ്താൽ കിട്ടുക 47,695 രൂപ എയുടെ ക്യാപിറ്റൽ ബാലൻസ് കിട്ടും, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെയും ക്യാപിറ്റൽ അവരവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റിന് ആനുപാതികമായിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് എസ് ക്യാപിറ്റൽ ഷുഡ് ബി എത്രയായിരിക്കണം? 1,08,000ൻ്റെ 5/12 അഥവാ ടോട്ടൽ ക്യാപിറ്റൽ നമ്മൾ ഇൻകമിങ് പാർട്ട്ണറുടെ ക്യാപിറ്റലിനെ ബേസ് ചെയ്ത് കണ്ടുപിടിച്ചാണ് 1,08,000. അതിൻ്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എയുടെ 5/12 ആണ്. 1,08,000ൻ്റെ 5/12 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ് 45,000 രൂപ. അഥവാ സ്ഥാപനത്തിൽ വേണ്ടത് 45,000 രൂപ. നിലവിൽ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എത്രയുണ്ട്? 47,695 രൂപ. അഥവാ 2,695 രൂപ കൂടുതലുണ്ട്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാം. സോ എ വിൽ വിഡ്രോ റുപ്പീസ് 2,695. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്താ? ഒരാൾ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്. ഇവിടെ എ ആണ് വിഡ്രോ ചെയ്യുന്നത്. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു ക്യാഷ് എത്രയാണ്? 2,695 രൂപ. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് 2,695. ഇനി ബിയുടെ കേസ് നോക്കുക. ബിയുടെ ടോട്ടൽ ക്യാപിറ്റൽ എത്ര ഉണ്ട് നോക്കുക. അതിൽ നിന്ന് അതിൻ്റെ ഡെബിറ്റ് മൈനസ് ചെയ്യുക. ടോട്ടൽ ക്രെഡിറ്റ് മൈനസ് ടോട്ടൽ ഡെബിറ്റ്. ഇതാണ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ബീസ് ക്യാപിറ്റൽ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഈക്വൽ ടു 42,757 രൂപ. എങ്ങനെയാണ്? ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള 44,377 മൈനസ് 1,620 ഡെബിറ്റ്. ദെൻ ബീസ് ക്യാപിറ്റൽ ഷുഡ് ബി ഇൻ ദ ന്യൂ ഫേം ഈക്വൽ ടു 1,08,000 ഇൻറ്റു 3/12. പുതിയ റേഷ്യോ 5:3:2:2 ആണ്. അതുകൊണ്ടാണ് 3/12 ഈക്വൽ ടു 27,000. ബിക്ക് എത്രയാണ് വേണ്ടത് ക്യാപിറ്റൽ? 27,000 രൂപ. ബിക്ക് നിലവിൽ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എത്രയുണ്ട്? 42,757 രൂപ. അപ്പോൾ ഡിഫറൻസ് എന്ത് ചെയ്യാം? കൂടുതലല്ലേ? സ്ഥാപനത്തിൽ 42,757 ഉണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും ശേഷം. അതുകൊണ്ട് ബിക്ക്
ഇത് വിഡ്രോ ചെയ്യാം. എത്ര വിഡ്രോ ചെയ്യാം? 15,757 രൂപ ബിക്ക് വിഡ്രോ ചെയ്യാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ക്യാഷ് എമൗണ്ട് 15,757 രൂപ. ദെൻ ഇനി നമ്മൾ എന്താ നോക്കുന്നത്? സിയുടെ ക്യാപിറ്റൽ എത്രയുണ്ട്? സിയുടെ ടോട്ടൽ ക്രെഡിറ്റ് മൈനസ് സിയുടെ ടോട്ടൽ ഡെബിറ്റ് എത്ര ഉണ്ടാവും? സീസ് ക്യാപിറ്റൽ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഈക്വൽ ടു 14,738 രൂപ. അഥവാ ക്രെഡിറ്റ് ടോട്ടൽ 15,818 മൈനസ് ഡെബിറ്റ് 1,080. ടോട്ടൽ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് 14,738. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സീസ് ക്യാപിറ്റൽ ഷുഡ് ബി 1,08,000 ഇൻറ്റു 2/12 എത്രയാണ്? 18,000 രൂപയാണ് വേണ്ടത്. പക്ഷേ സിക്ക് എത്രയേ ഉള്ളൂ? ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് 14,738 ഉള്ളൂ. അതുകൊണ്ട് സി അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം 18,000 തികക്കാൻ വേണ്ടിയിട്ട്. സോ സി വിൽ കോൺട്രിബ്യൂട്ട് ₹3,262 അഥവാ 18,000 മൈനസ് 14,738. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരണം അഡീഷണലായിട്ട്. ജേണൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് അപ് ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അഥവാ ബൈ ക്യാഷ് 3,262 രൂപ. അപ്പോൾ നമ്മുടെ എൻട്രി പൂർത്തിയായി. ഇനി നമുക്ക് ഈ അക്കൗണ്ടിന് ബാലൻസ് ചെയ്യാം. ഇവിടെ ടോട്ടൽ 50,395, 44,377, 19,080, 18,000 ഇങ്ങോട്ട് ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി. ബാലൻസ് ക്യാരി ഡൗൺ. ടു ബാലൻസ് ക്യാരി ഡൗൺ. ഓരോ പാർട്ട്ണറുടെയും ക്യാപിറ്റൽ ബാലൻസ് എന്തായിരിക്കും? 45,000 എയുടെ, 27,000 ബിയുടെ, 18,000 സിയുടെ, ഡിയുടെ 18,000. നോക്കുക, നമ്മുടെ ഈ ക്യാപിറ്റൽ ക്ലോസിംഗ് ബാലൻസ് എന്താണ്? 1,08,000 5/12 45,000, 1,08,000 3/12 27,000, 1,08,000 2/12 18,000, അതുപോലെ 1,08,000 1/6 അഥവാ 2/12 അല്ലേ? ഡിയുടെ ഷെയർ നമുക്കറിയാം 1/6 ആണ് അഥവാ 2/12 ആണ് 18,000 രൂപ. അപ്പോൾ ഇവരുടെ ക്യാപിറ്റലെല്ലാം അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റിന് ആനുപാതികമാണ്. ഓക്കെ, ദെൻ നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യാം. ബാലൻസ് ഷീറ്റിന് വേണ്ടി നമ്മളിവിടെ പഴയ ബാലൻസ് ഷീറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഭാഗവും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഇവിടെ കാണുന്ന അസറ്റ് ഗുഡ്വില്ലാണ്. ഗുഡ്വിൽ ഇതിൽ വീണ്ടും വരുമോ? ഇല്ല. എന്താ കാരണം? ഗുഡ്വില്ലിന് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്താണ്. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് 46,200 ആയിരുന്നു. പക്ഷേ അവിടെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് 12,300. നമുക്കറിയാം അത് 58,500 മാറി. ദെൻ ഫർണിച്ചർ അക്കൗണ്ട് 7,300 ആയിരുന്നു പഴയ ബാലൻസ് ഷീറ്റിൽ. അതിൻ്റെ വാല്യൂ 900 രൂപ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 6,400 രൂപ. ദെൻ സ്റ്റോക്ക് 30,100 രൂപയായിരുന്നു പഴയ ബാലൻസ് ഷീറ്റിൽ. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ റീവാലുവേഷൻ നടത്തിയപ്പോൾ 3,010 രൂപ കുറഞ്ഞിട്ടുണ്ട്, അഥവാ 27,090 രൂപ. ദെൻ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ മാറ്റമൊന്നുള്ളതായി പറഞ്ഞില്ല, 26,400. ദെൻ ക്യാഷിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഒരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് പ്ലസ് ക്യാഷ് വന്നത് മുഴുവൻ ഡെബിറ്റ് ചെയ്യുന്നു, പോയത് മുഴുവൻ ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു കാൽക്കുലേഷൻ നടത്തുക. ക്യാഷ് എത്രയുണ്ട്? ക്യാഷ് ബാലൻസ് ഈക്വൽ ടു 1,600 ക്യാഷ് ഇൻ ഹാൻഡ് മുമ്പേ ഉണ്ടായിരുന്നത്. പുതിയ പാർട്ട്ണർ വന്നപ്പോൾ അയാൾ ക്യാപിറ്റൽ 18,000 രൂപ കൊണ്ടുവന്നു. ദെൻ അതുകൂടാതെ 14,000 രൂപ പ്രീമിയം ഫോർ ഗുഡ്വിൽ കൊണ്ടുവന്നു. പ്ലസ് 3,262 രൂപ സി എന്ന് പറയുന്ന പാർട്ട്ണർ കൊണ്ടുവന്നു അഡീഷണൽ ക്യാപിറ്റൽ. മൈനസ് 2,695 രൂപ എ വിഡ്രോ ചെയ്തു. മൈനസ് 15,757 രൂപ ബി വിഡ്രോ ചെയ്തു. അപ്പോൾ ടോട്ടൽ ക്യാഷ് ബാലൻസ് സ്ഥാപനത്തിനുള്ളത് 18,410 രൂപ. ഓക്കെ, ദെൻ ഇനി ലാബിലിറ്റി സൈഡിൽ എന്തൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, അതിനെന്തെങ്കിലും മാറ്റം ഉള്ളതായി പറഞ്ഞില്ല. 18,500 രൂപ വാല്യൂവിലൊരു മാറ്റമില്ല. ദെൻ ബിൽസ് പേയബിൾ 9,000 രൂപ. ദെൻ ജനറൽ റിസർവ് പുതിയ ബാലൻസ് ഷീറ്റിൽ വരുമോ? വരില്ല. എന്താ കാരണം? ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓൺ അഡ്മിഷൻ ഓഫ് ഡി. പുതിയ പാർട്ട്ണർ ആയിട്ടുള്ള ഡി എ അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതെന്ത് ചെയ്തു? പഴയ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് പുതിയ ബാലൻസ് ഷീറ്റിൽ വരില്ല. ദെൻ മറ്റൊരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയേഴ്സ് അല്ലേ, 1,300 രൂപ. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസസ് ഓരോരുത്തരുടെയും നമുക്കറിയാം. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എ
45,000, ബി 27,000, സി 18,000, ഡി 18,000. ടോട്ടൽ 1,08,000. ദെൻ നമ്മൾ എന്താ ചെയ്യുക? ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യും. 1,36,800 രൂപ, 1,36,800 രൂപ. ഓക്കെ, അപ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. നമ്മളത് പൂർത്തിയാക്കി. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമായി വരികയാണെങ്കിൽ ആദ്യമേ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും പുതിയ ഫേമിൽ ഓരോ പാർട്ട്ണറുടെയും ക്യാപിറ്റൽ ബാലൻസ് എത്രയായിരിക്കണമെന്നും കണ്ടുപിടിക്കുക. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിലെ എൻട്രീസ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷം എത്ര ക്യാപിറ്റൽ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതിന് എക്സസോ ഡെഫിസിറ്റോ ഉണ്ടെങ്കിൽ എക്സസ് ഉള്ളവർക്ക് വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ഏതാണ് നമ്മളോട് പറഞ്ഞുള്ളെങ്കിൽ അത് ചെയ്യുക. ഡെഫിഷ്യൻസി ഉള്ള പാർട്ട്ണർ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുക? പുതുതായിട്ട് ക്യാഷ് കൊണ്ടുവരിക അല്ലെങ്കിൽ അവരുടെ കറണ്ട് അക്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.